കുട്ടി കുട്ടി കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആൾക്കാരാണോ നിങ്ങൾ? എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ലൈഫിലൊരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പീപ്പിൾ ഹൂ ആർ ഫൈൻഡിങ് ഹാപ്പിനെസ് ഇൻ സ്മോൾ സ്മോൾ തിങ്സ് ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ ഹാപ്പിയാവും, എനിക്ക് ഉറപ്പാണ്. ഇവിടെ സ്ഥിരമായിട്ട് കുക്കിംഗ് ചെയ്യുന്നത് ഞാനും പുറത്ത് പോയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കിരണേട്ടനാണ്. ദാറ്റ് മീൻസ് കുട്ടികളെ ട്യൂഷന് കൊണ്ടുപോയി വിടുക, എന്തെങ്കിലും ഗ്രോസറീസിൻ്റെ എമർജൻസി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പോയി അപ്പം തന്നെ മേടിച്ചിട്ട് വരിക, ഇങ്ങനത്തെ കാര്യങ്ങൾ കിരണേട്ടനാണ് ചെയ്യുന്നത്. സ്വാഭാവികമായി ഇവിടെ സംഭവിച്ചൊരു കാര്യമാണ്, ഒരു ദിവസം രാവിലെ കിരണേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. ആ സമയത്ത് ഞാൻ വെറുതെ ഇരിക്കുന്നു. നോർമലി സ്കൂൾ ടൈം എന്ന് പറയുമ്പോൾ നമുക്കൊരു റഷ് ടൈമാണ്. കുട്ടികളെ ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ലഞ്ച് ബോക്സിലാക്കി അവരെ പറഞ്ഞു വിടുക എന്നുള്ളത്. ആ റെസ്പോൺസിബിലിറ്റി സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പോസ് കിട്ടുക, ആ റെസ്പോൺസിബിലിറ്റി ഒരാൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ദാറ്റ്സ് മേക്സ് എസ് മോർ ഹാപ്പി അല്ലേ. അങ്ങനൊരു ഹാപ്പിനെസ് ഞാൻ എൻജോയ് ചെയ്തു. ഇതേപോലെ സ്ഥിരമായിട്ട് കിരണേട്ടനാണ് കുട്ടികളെ ട്യൂഷന് കൊണ്ടുപോയി വിട്ടിരുന്നത്. ആ റെസ്പോൺസിബിലിറ്റി ആ ടൈമിൽ ഞാൻ ചെയ്തപ്പോൾ കിരണേട്ടനും ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ മൊമെൻറ്റിൽ. ബിക്കോസ് നമ്മൾ ആ ടൈം അതിന് വേണ്ടി സ്കെഡ്യൂൾ ചെയ്യണ്ടേ. അപ്പം ആ ടൈം അവർക്ക് അവരുടേതായ സ്പേസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റി. ഇത് എക്സ്പീരിയൻസ് ചെയ്ത കുട്ടികളായിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പി. കാരണം അവർക്കൊരു സ്വിച്ചിങ് ആയിരുന്നില്ലേ. സ്ഥിരമായിട്ട് അമ്മ കുക്ക് ചെയ്യുന്നതിൽ നിന്ന് അച്ഛൻ്റെ ഒരു ടേസ്റ്റ്, അച്ഛൻ്റെ കൂടെ പോയിരുന്നവർ അമ്മയുടെ കൂടെ ട്യൂഷന് പോകുമ്പോൾ അവർക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. സോ ട്രൈ ടു സ്വിച്ച് യുവർ റെസ്പോൺസിബിലിറ്റി ഒരു നേരത്തേക്കോ ഒരു ദിവസത്തേക്കോ. സോ ദാറ്റ്സ് മേക്സ് എസ് മോർ ഹാപ്പിയർ. താങ്ക് യു ഫോർ വാച്ചിങ്.